നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. അഹമ്മദ് പട്ടേലിൻ്റെ വിജയം തിരിച്ചുവരവിനുള്ള ഊർജ്ജമാക്കി കോൺഗ്രസ്. ഇനി ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്ന് അഹമ്മദ് പട്ടേൽ വ്യക്തമാക്കി. പട്ടേലിൻ്റെ വിജയം BJPയുടെ രാഷ്ട്രീയ ചാണക്യനായ അമിത്ഷായ്ക്ക് ലഭിച്ച വ്യക്തിപരമായ തിരിച്ചടിയാണ്. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ 3ാം വാർഷിക ദിനത്തിൽ ലഭിച്ച ഈ തിരിച്ചടി എത്ര വർഷം കഴിഞ്ഞാലും അമിത്ഷാ മറക്കാനിടയില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചത് 44 സീറ്റുകൾ. ഇന്നലെ അഹമ്മദ് പട്ടേൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കരസ്ഥമാക്കിയതും 44 വോട്ട്. 2014 ശേഷം കോൺഗ്രസിന് തിരിച്ചടികളുടെ ഘോഷയാത്രയായിരുന്നു. ഏറ്റവും ഒടുവിൽ സഖ്യകക്ഷികൾ പോലും പാർട്ടിയെ കൈവിടുന്ന അവസ്ഥ. പാർട്ടി അസ്തിത്വം പ്രതിസന്ധി നേരിടുകയാണെന്ന് പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാക്കൾ പരസ്യമായി പറയുന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയിരുന്നു. കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് BJP അടുക്കുന്നുവെന്ന ആശങ്ക കോൺഗ്രസ് നേതാക്കൾ പോലും പങ്കുവയ്ക്കുന്നതിനിടയിലാണ് BJPക്ക് ഏറ്റവും വലിയ തിരിച്ചടി അഹമ്മദ് പട്ടേലിന്റെ വിജയത്തിലൂടെ നൽകാൻ പാർട്ടിക്ക് കഴിഞ്ഞത്. 4 പതിറ്റാണ്ട് നീണ്ടുനിന്ന രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ അഹമ്മദ് പട്ടേൽ കരസ്ഥമാക്കിയ വിജയം അദ്ദേഹത്തിന്റെ മാത്രമല്ല സോണിയാഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും അഭിമാനമാണ് കാത്തത്. അഹമ്മദ് പട്ടേലിന്റെ പരാജയം ഉറപ്പാക്കാൻ ആവനാഴിയിലെ അവസാന അസ്ത്രവും അമിത്ഷാ പ്രയോഗിച്ചിരുന്നു. എന്നാൽ ഒരുമിച്ച് നിന്നാൽ നരേന്ദ്രമോദിയും ഷായും ഉയർത്തുന്ന വെല്ലുവിളി നേരിടാനാകുമെന്നാണ് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിക്ക് പുതു ഊർജ്ജം നൽകാൻ അഹമ്മദ് പട്ടേലിന്റെ വിജയത്തിന് സാധിക്കുമെന്നും പാർട്ടി കരുതുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 കോൺഗ്രസ് വിമത MLA-മാരുടെ വോട്ട് അസാധുവാക്കിയിരുന്നില്ല എങ്കിൽ അമിത്ഷായുടെ കണക്കുകൂട്ടലുകൾ പിഴക്കില്ലായിരുന്നുവെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യത പാർട്ടി ആലോചിക്കുന്നുണ്ട്. അഹമ്മദ് പട്ടേലിന്റെ വിജയം വരണാധികാരി ഇന്നലെ പ്രഖ്യാപിക്കുമ്പോൾ അമിത്ഷാ ഗാന്ധിനഗറിലെ നിയമസഭാ മന്ദിരത്തിലുണ്ടായിരുന്നു. സ്വന്തം വിജയത്തെക്കാൾ ഉപരിയായി അഹമ്മദ് പട്ടേലിന്റെ പരാജയം ആഗ്രഹിച്ചിരുന്ന BJPയുടെ രാഷ്ട്രീയ ചാണക്യന് ലഭിച്ച തിരിച്ചടിയായിരുന്നു ആ പ്രഖ്യാപനം. റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം PS ശ്രീധരൻപിള്ള, CR നീലകണ്ഠൻ, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, MP രാജേഷ് MP, ടോം വടക്കൻ, ഡോക്ടർ വർഗീസ് ജോർജ്, CL മനോജ്, AK ശശീന്ദ്രൻ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ ടോം വടക്കൻ, താങ്കളാണല്ലോ നേരിട്ട് AICCയിൽ ഇരുന്നു കൊണ്ട് ആരൊക്കെ വോട്ട് ചെയ്തു, ആരൊക്കെ വോട്ട് ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങളിപ്പോൾ പരിശോധിച്ചു വരുന്നത്. 44 പേരുടെ പിന്തുണയാണ് അഹമ്മദ് പട്ടേലിന് ലഭിച്ചത്. അതിൽ 43 പേർ കോൺഗ്രസ്സുകാരാണെന്ന് പറയുന്നു. ഒരു NCP അംഗത്തിൻ്റെയും ഒരു BJP അംഗത്തിൻ്റെയും ഒരു JDU അംഗത്തിൻ്റെയും വോട്ട് കിട്ടണം. അപ്പോൾ ആരോ ഒരാൾ JDU അംഗമോ അല്ലെങ്കിൽ NCP അംഗമോ കള്ളം പറയുന്നുണ്ട്. അതാരാണ്? അത് ഡീറ്റെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബേസിക്കലി ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടിലാണ് വിജയം വന്നിരിക്കുന്നത്. മറ്റ് ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ ശ്രദ്ധ തിരിക്കുന്നതിനേക്കാളും മുമ്പ് നിങ്ങളുടെ റിപ്പോർട്ട് പറഞ്ഞതുപോലെ ഇത് കോൺഗ്രസിന്റെ മാത്രം വിജയമല്ല, ഇത് ഐഡിയ ഓഫ് ഇന്ത്യയുടെ വിജയമാണ്. കാരണം ഒരു കംപ്ലീറ്റ് ക്യാബിനറ്റ് ടീമാണ് ഇലക്ഷൻ കമ്മീഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോയത്. അവരെന്ത് ചെയ്തു, എന്തൊക്കെ ശ്രമിച്ചു എന്നുള്ള കാര്യം വ്യക്തതയുണ്ട്. കാരണം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇത്ര വലിയ ഡെലിഗേഷൻ പോകുമ്പോൾ അവരുടെ ഭാഗത്ത് നിയമമില്ല. ഒന്ന് അല്ലെങ്കിൽ അരുൺ ജെയ്റ്റ്ലി ആയിരിക്കും ബ്രീഫ് ചെയ്യേണ്ടത്, അതുണ്ടായില്ല. ഇതൊരു ഡിസൈഡഡ് കേസാണ് സുപ്രീം കോടതി. ശരി, ശ്രീ ടോം വടക്കൻ, അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നോക്കൂ, ഈ 44ാമത്തെ വോട്ട് ആരുടേതാണ് എന്ന് സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചു വരികയാണ് എന്ന് മനസ്സിലാകും. അത് ആരുടേതാണ് എന്ന് വ്യക്തതയോടുകൂടി പറയാൻ ചിലപ്പോൾ കഴിയില്ലായിരിക്കും. പക്ഷേ NCP 2 വോട്ടുകളും BJPക്ക് കൊടുത്ത് കോൺഗ്രസിനെ പറ്റിച്ചോ? ഇല്ല, തീർച്ചയായും ഇല്ല. ശ്രീ ശരത് പവാറിന്റെ ഭാഗത്തു നിന്നല്ല വന്നത് ഈ വിഷയം. അവിടുന്ന് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയത് സീനിയർ ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു വിപ്പ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മാറ്റങ്ങൾ ഒരു സീറ്റിലാണ് വന്നിരിക്കുന്നത്. 2 MLA-കളുണ്ട് അവിടെ. അപ്പൊ എവിടെയാണ് പ്രഫുൽ പട്ടേൽ 48 മണിക്കൂർ മുമ്പ് തന്നെ അഹമ്മദാബാദിൽ എത്തിച്ച് BJP അദ്ദേഹത്തിലൂടെ ഈ 2 വോട്ടുകൾ മാനേജ് ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി വന്നിരുന്നു. അതായത് NCP ഇപ്പോൾ പ്രഫുൽ പട്ടേൽ കഴിഞ്ഞ 10 വർഷമായി UPA സർക്കാരിൻ്റെ 10 വർഷ കാലയളവിൽ വ്യോമയാന മന്ത്രിയായിരുന്ന സമയത്ത് വാങ്ങിയ 90,000 കോടി രൂപയുടെ എയർക്രാഫ്റ്റുകൾ സംബന്ധിച്ച് ഇപ്പോൾ CBI അന്വേഷണം നടക്കുകയാണ്. അക്കാര്യത്തിൽ കാര്യങ്ങൾ വല്ലാതെ പുരോഗമിക്കാതിരിക്കാൻ വേണ്ടി പ്രഫുൽ പട്ടേൽ BJPക്കൊപ്പം നിന്നുകൊടുത്തു എന്നുള്ളതാണ് വാർത്ത. ഇത് കൺഫേം ചെയ്യേണ്ടത് NCP ആണ്, കോൺഗ്രസ് സ്പോക്സ്മാന്റെ ചുമതല അല്ല.
തീർച്ചയായും അത് കോൺഗ്രസ് സ്പോക്സ് പേഴ്സന്റെ ചുമതല ആയിട്ടുള്ള കാര്യമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ആ നിലയിൽ NCP സംശയിക്കുന്നുണ്ടോ എന്ന്. പ്രശ്നങ്ങളുണ്ട്. ഇത് ഫയല് തുറക്കല്, ED, ഇൻകം ടാക്സ്, CBI, ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ ഇന്ത്യ ഒട്ടാകെ ഉപയോഗിക്കണം. അല്ല, അതൊക്കെ നിങ്ങളുടെ കാലത്ത് നിങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ. നരസിംഹറാവു ആയിക്കൊള്ളട്ടെ, പിന്നീട് മൻമോഹൻ സിംഗ് ആയിക്കൊള്ളട്ടെ, ഭൂരിപക്ഷം നേടിയത് പാലും വെള്ളം കൊടുത്തിട്ടൊന്നുമല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ്. അത് വിടുക. ഞാൻ ചോദിക്കുന്നത് NCP ആ നിലയിൽ കോൺഗ്രസ് സംശയിക്കുന്നുണ്ടോ? ഞങ്ങൾക്കൊരു സംശയമില്ല. ഞങ്ങളുടെ അലൈൻ പാർട്ട്നേഴ്സ് ഞങ്ങളുടെ കൂടെയുണ്ട്. ആരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നുള്ള കാര്യം അത് വ്യക്തതയായി കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ മുമ്പിൽ വരും. ടോട്ടൽ ബ്ലാക്ക് മെയിൽ ആണ് നടക്കുന്നത്. ഞാൻ ഏജൻസീസിനെ പറ്റി പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി ഈ തരം പരിപാടിയൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ല, ചെയ്യാനുള്ള കഴിവില്ല. അത് അതിവിനയമാണ് ശ്രീ ടോം വടക്കൻ. ഇൻകം ടാക്സ്, അതൊക്കെ പണ്ട് നിങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇൻകം ടാക്സ് ഒരു പുതിയ ആയുധമായിട്ട് ചിലപ്പോൾ അമിത്ഷാ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ബാക്കിയുള്ള ഏജൻസികളെയൊക്കെ തന്നെ നിങ്ങൾ ദുരുപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ CBI കൂട്ടിലടച്ച തത്ത എന്ന് സുപ്രീം കോടതിക്ക് പോലും പറയേണ്ടി വന്നത്. ഏത് സ്റ്റേറ്റിലാണ് എന്റെ നിക്കേഷ് SP വന്ന് MLA-കളെ ത്രെറ്റൻ ചെയ്യുന്നത്, കേസുകൾ ഫ്രെയിം ചെയ്യുന്നു പറഞ്ഞ്? ഏത് സ്റ്റേറ്റിലാണ് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ചെയ്യുന്നത്? ഇത് ഞാൻ പറയുന്നതല്ല. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. എന്നോടൊപ്പം AK ശശീന്ദ്രനുണ്ട്. NCPയുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ദയവായി തുടരുക ശ്രീ ശശീന്ദ്രൻ. അതിനു മുമ്പ് ശ്രീ ശ്രീധരൻപിള്ള, നോക്കൂ, ഇതിനേക്കാൾ വലിയ തിരിച്ചടി വേറെ കിട്ടാനുണ്ടോ അമിത്ഷാക്ക്? എന്ത് തിരിച്ചടിയായത്? തിരിച്ചടി എന്ന് പറഞ്ഞുള്ള ഈ വ്യാഖ്യാനം എനിക്ക് മനസ്സിലാവുന്നില്ല. BJPയുടെ അംഗബലം കൊണ്ട് 2 പേരെ ജയിപ്പിച്ചു. മൂന്നാമതൊരാളെ ജയിപ്പിക്കാൻ കിട്ടിയ അവസരത്ത് പരമാവധി ശ്രമിച്ചു. ആ ശ്രമിച്ചതിൽ കോൺഗ്രസ് പാർട്ടിയിലെ ആഭ്യന്തര സംഘർഷങ്ങളും പടലപിണക്കങ്ങളും നാറ്റക്കേസുകളും കൊണ്ട് ഇതെല്ലാം ഒരു ജീർണാവസ്ഥയിലെത്തിയ അവസ്ഥയിൽ അതിൽ 2 പേര് അവരുടെ ആൾക്കാരെ സംബന്ധിച്ച് ഉണ്ടായ ഒരു ഗുജറാത്തിലുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു ഒരു നാറ്റക്കേസ്. അവരെ RSSകാരനായ, ഇപ്പോഴും RSSകാരനായ ശങ്കർ സിംഗ് വഗേലെ വലിച്ച് ഈ പാർട്ടി കൊണ്ട് ചേർത്തു. അപ്പോൾ സ്വാഭാവികമായും ഒരിടത്ത് വെച്ച് പിരിയണം. ആ പിരിയലാണ് ഉണ്ടായിട്ടുള്ളത്. അതും ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് 1.5 മാസം മുമ്പ് ഈ കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെടുത്തു എന്നുള്ളത് കോൺഗ്രസിൻ്റെ ധീരതയായി. കോൺഗ്രസ് തീരുമാനമെടുക്കുന്നതിൽ അല്പം പോലും ചഞ്ചലപ്പെട്ടില്ല എന്നല്ലേ അത് കാണിക്കുന്നത്? എന്ത് നാറ്റക്കേസാണ് കോൺഗ്രസ് വേറെ ഗുജറാത്തിലുണ്ടായിട്ടുള്ളത്? അത് നികേഷിന്റെ അഭിപ്രായമാണ്. ആയിക്കോട്ടെ, അത് നികേഷിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളുടെ അഭിപ്രായം മാത്രമാണ്. താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷനിൽ മത്സരിച്ച് മൂന്നാമതൊരു കാൻഡിഡേറ്റിനെ വെക്കാനുള്ള അവകാശം BJPക്കില്ലേ? അതിന് അനുകൂലമായിട്ട് ആളുകൾ വോട്ട് ചെയ്യാൻ പറയാനുള്ള അവകാശമില്ലേ? അതിൽ ഒരു വോട്ടിൻ്റെ 2 വോട്ടിൻ്റെ കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ 2 കോൺഗ്രസ്സുകാരുടെ വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം അവർ പൊക്കിക്കാണിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ, സാങ്കേതികമായ അതിൻ്റെ പേരിൽ പോയി ഒരു വോട്ടിന് ജയിച്ചു എന്ന് പറയുമ്പം ജയവും തോൽവിയുമാണോ? അതിനെന്താ അപാകതയുള്ളത്? ദൈവത്തിന്റെ കൈ എന്താ ഉള്ളത്? വീടുകളെല്ലാം അതിനനുസരിച്ചുള്ള പബ്ലിസിറ്റി കൊടുത്തു, വിവാദങ്ങളായി എന്നല്ലാതെ. പിന്നെ സുഹൃത്ത് ചിലപ്പോൾ കൈവെക്കാൻ ഉണ്ടാകും എന്ന് അറിയുമ്പോഴാണ് ഇത് ദൈവത്തിൻ്റെ കൈ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനാവുക. നോക്കൂ, ഈ പറയുന്ന 2 MLA-മാരുടെ വോട്ട് ചേർത്തിരുന്നു എങ്കിൽ, അതിനോടൊപ്പം ചേർത്തിരുന്നു എങ്കിൽ 45 പേരുണ്ടാകുമായിരുന്നു. ഇവരുടെ 2 വോട്ട് അസാധുവാക്കപ്പെട്ടപ്പോൾ 43ആയി, ജയിക്കാൻ 44 മതി എന്നായി. ഇങ്ങനെയൊന്നും സമീപകാലത്ത് ക്രിക്കറ്റിലോ ഫുട്ബോളിലോ കണ്ടിട്ടില്ല നമ്മൾ. സ്കോറിങ് അത്ര അത്ഭുതകരമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമിത്ഷായുടെ ഈ അത്യാഗ്രഹം ഉണ്ടല്ലോ, അമിത്ഷായുടെ ഈ അധികാരത്തോടുള്ള കൊതിയുണ്ടല്ലോ, അതിനുവേണ്ടി എന്തും ചെയ്യുമെന്നുള്ള അദ്ദേഹത്തിന്റെ അഹങ്കാരം ഉണ്ടല്ലോ, അതിനേറ്റ തിരിച്ചടിയായി പോയില്ലേ ഇത്? അത് താങ്കളുടെ അഭിപ്രായമാണ്. താങ്കൾക്ക് ആ അഭിപ്രായം വെക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? കാരണം കോൺഗ്രസിനുള്ള ശൈഥില്യം
വെളിപ്പെടുത്തുന്നല്ലാണ്ട് അതിനപ്പുറത്ത് എന്താ ഉണ്ടായത്? എന്ത് ശൈഥില്യമാണ് കോൺഗ്രസിന് ഉണ്ടായത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ശങ്കർ സിംഗ് വഘേല എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് ഒരു RSSകാരനെ കോൺഗ്രസിലെടുത്തപ്പോ കോൺഗ്രസിൽ ഒരു ശൈഥില്യം ഉണ്ടായിട്ടുണ്ട്. അമ്മാതിരി ഒരു RSSകാരനെ കോൺഗ്രസിന് എന്തെങ്കിലും ഐഡിയോളജി ഉണ്ടെങ്കിൽ എടുക്കാൻ പാടുണ്ടായിരുന്നു. അയാൾ അതേ നിലയിൽ തന്നെ RSS ആയി തന്നെ തീവ്ര ഹിന്ദുത്വവാദിയായി തന്നെ കോൺഗ്രസിൽ തുടരുകയും ചെയ്തു. പക്ഷേ ഒരു ഘട്ടത്തിൽ ഇയാൾ വേണ്ട എന്നൊരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസിനെ അഭിമാനിക്കാവുന്ന വസ്തുത എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായം തന്നെയാണത്. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, താങ്കളുടെ അഭിപ്രായം വെച്ചോളൂ. അഭിപ്രായം എനിക്ക് പറയാൻ പറ്റണമല്ലോ. ഞാൻ ഒരൊറ്റ അഭിപ്രായം പറയാൻ പറ്റണമല്ലോ. ധാർമ്മിക രാഷ്ട്രത്തെ ഇതിന്റെ ധാർമ്മികതയാണല്ലോ. ഞാൻ പറഞ്ഞോട്ടെ, ധാർമ്മികതയാണല്ലോ വോട്ട് മാറി ചെയ്യുന്നതിന്റെ ധാർമ്മികതയെ കുറിച്ചാണല്ലോ എൻ്റെ തൊട്ട് മുമ്പ് കോൺഗ്രസിന്റെ ACC സെക്രട്ടറി പറഞ്ഞത്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞിട്ട് താങ്കളുടെ ഒരു വാക്കിൽ തന്നെ ഞാൻ മറുപടി പറയാം. 69 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അന്നത്തെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഏകകണ്ഠമായ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു, സജീവ റെഡ്ഡി. അത് നിശ്ചയിച്ച ശേഷം അദ്ദേഹത്തിന്റെ നോമിനേഷൻ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഒപ്പിട്ട് കൊടുത്താണ് നോമിനേഷൻ വന്നത്. കേരളം ഉൾപ്പെടെ, കേരളത്തിലെ 7 MLA ഉൾപ്പെടെ എല്ലാവരും കോൺഗ്രസ് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നിൽ നിന്നുകൊണ്ട് കുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ചേർന്ന് VV ഗിരിയെ യോജിച്ച ഒരു സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് രഹസ്യമായി വോട്ട് കൂറുമാറ്റി ചെയ്യിച്ച് രാഷ്ട്രപതിയായി VV ഗിരിയെ ജയിച്ച അധാർമികത സൃഷ്ടിച്ചത് നെഹ്റുവിന്റെയും ശാസ്ത്രിയുടെയും കാലത്ത് നിന്ന് വ്യത്യസ്തമായി. കോൺഗ്രസ്സുകാർ അതിന് മോശമൊന്നുമല്ല. കോൺഗ്രസ്സുകാർ തന്നെയാണ് നിങ്ങളെ ഈ പണിയെല്ലാം പഠിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, കോൺഗ്രസ് കളിക്കാത്ത ഒരു കളിയും BJP ഇന്ന് കളിക്കുന്നുണ്ടാകില്ല. നേരത്തെ RSS പറഞ്ഞല്ലോ, നിങ്ങൾ വകയിലെ RSS പറഞ്ഞല്ലോ, 95-ൽ 123 പേര് BJPക്ക് ഉണ്ടായിരുന്ന അസംബ്ലിയിൽ 54 പേരെ മാറ്റി 44 കോൺഗ്രസും ചേർന്ന് കോൺഗ്രസ് വകയിലെ മുഖ്യമന്ത്രിയാക്കിയില്ലേ? അതായത് നിങ്ങളുടെ ധാർമ്മിക സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് ജയിക്കാൻ മോദി അനുകൂലിയോ മോദി ഭക്തനോ ആയി മാറുന്നു. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അഭിഹിതമായി എന്തെങ്കിലും ചെയ്തെന്നോ? ശശീന്ദ്രൻ ടെലിഫോണിൽ. ശ്രീ AK ശശീന്ദ്രൻ, നോക്കൂ, NCP 2 സീറ്റും ക്ഷമിക്കണം 2 MLA 2 വോട്ടും BJPക്ക് ചെയ്ത് കോൺഗ്രസിനെ പറ്റിച്ചോ? ഇല്ല, ഞങ്ങള് കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന തീരുമാനമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതിനനുസരിച്ചുള്ള നിർദ്ദേശം ഗുജറാത്തിലെ 2 MLA നൽകിയിരുന്നു. എന്നാൽ ആ ധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഒരു MLA കൂറുമാറി വോട്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ ബോധ്യമായിട്ടുള്ളത്. അത് ഒരു ശരിയായ നടപടിയായിരുന്നില്ല. ആ നടപടിക്കെതിരെയുള്ള മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കും എന്ന നിലപാടാണ് പാർട്ടി. പക്ഷേ NCPയുടെ വോട്ട് കോൺഗ്രസിന് കിട്ടിയിട്ടില്ല. അത് ശരിയല്ല. നിഗമനത്തിലെത്താൻ മാത്രമുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. JDUവിന്റെ ചോട്ടുഭായ് വാസവ ഞാൻ കോൺഗ്രസിനാണ്, ഞാൻ അഹമ്മദ് പട്ടേലിനാണ് വോട്ട് ചെയ്തത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വോട്ട് BJPക്കാരൻ്റെതുമുണ്ട്. അതെല്ലാം ചേർന്നിട്ടാണ് 44 വോട്ട് കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ NCPയുടെ ഈ 2 വോട്ടുകളും യഥാർത്ഥത്തിൽ പതിഞ്ഞത് BJPയുടെ സ്ഥാനാർത്ഥിക്കാണ്. നികേഷ്, അത് താങ്കളുടെ ഒരു നിഗമനമാണ്. അവിടെ പലതരത്തിലുള്ള വോട്ടിംഗ് പാറ്റേൺ നടന്നിട്ടുണ്ട്. കൃത്യമായി ഇന്ന പാർട്ടി ഇന്ന ആൾക്കാണ് കൃത്യമായി 100% പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഗുജറാത്തിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. അല്ല, അത് പഠിച്ചു വരികയാണ് കോൺഗ്രസ്. അതിനെക്കുറിച്ച് ഔദ്യോഗികമായി പറയുമായിരിക്കും. ഇപ്പോൾ കേൾക്കുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പ്രതിപക്ഷ ഐക്യത്തിൽ ഇനി വിള്ളൽ വീഴ്ത്താൻ പോകുന്നത് ശരത് പവാറിന്റെ NCP ആണ് എന്നാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെയല്ല. അങ്ങനെയാണ് എങ്കിൽ, അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കേരള ഘടകത്തിന് എന്തായിരിക്കും അസ്തിത്വം? അല്ല, ഇതൊക്കെ മുമ്പൊരു കാലത്ത് ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോഴും എന്നോട് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ താങ്കളോട് പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. പക്ഷേ ശ്രീ AK ശശീന്ദ്രൻ, നോക്കൂ, നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം എന്താണ്? UPAയുടെ 10 വർഷക്കാലം വ്യോമയാന മന്ത്രിയായ പ്രഫുൽ പട്ടേൽ 90,000 കോടി രൂപയുടെ എയർക്രാഫ്റ്റുകൾ വാങ്ങിക്കൂട്ടുന്നു. അതിപ്പോൾ CBI അന്വേഷണത്തിലാണ്. കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്നറിയുമ്പോൾ പ്രഫുൽ പട്ടേൽ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമിത്ഷാ പറയുന്നത് നിങ്ങളുടെ 2 MLA അഹമ്മദാബാദിലുണ്ട്, അവിടെ പോയി അത് മാനേജ് ചെയ്യാൻ 48 മണിക്കൂർ മുമ്പ് ഫ്ലൈ ഇൻ ചെയ്യുകയാണ് പ്രഫുൽ പട്ടേൽ. അങ്ങനെയാണ് ഈ 2 BJP MLA വോട്ട്
ഈ BJPക്ക് 2 BJP ക്ഷമിക്കണം NCP MLA-മാരുടെ വോട്ട് BJPക്കായി വാങ്ങിക്കൊടുത്തത്. അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാനാണ് MLA-മാരോട് പറഞ്ഞത് എന്ന് വാർത്താലേഖകരോട് അദ്ദേഹം പറയുകയും ചെയ്തു. നിങ്ങൾ വിപ്പിറക്കിയതായി ട്വീറ്റ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്. ഓർക്കുന്നില്ലേ ശ്രീ ശശീന്ദ്രൻ? അല്ല, 2 കാര്യങ്ങൾ അതിനകത്ത് വ്യക്തമാക്കാനുണ്ട്. ഒന്ന്, CBI അന്വേഷണത്തെ പേടിച്ച് പ്രഫുൽ പട്ടേൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണമായി നിഷേധിക്കുന്നു. 2, അങ്ങനെയാണെങ്കിൽ ബീഹാറിലെ മഹാസഖ്യത്തിൽ ഞങ്ങൾ എന്തിനാണ് പങ്കാളികളായത്? അതൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ ഓരോരോ ആളുകളുടെ കാര്യമല്ലേ. ഓരോ ഘടകത്തിനും ഓരോ നയമല്ലേ. നിങ്ങൾ പലയിടത്തും BJPയുമായിട്ട് ഇപ്പോൾ ഭരിക്കുന്ന പോലും ഉണ്ടല്ലോ. എന്റെ ശശീന്ദ്രൻ, ഞാൻ ചോദിക്കട്ടെ, സാധാരണഗതിയിൽ ഒരാൾ വിപ്പിറക്കുന്നു എന്ന് പറയുക, ഒന്ന് ഇടപെട്ടോട്ടെ ശ്രീ AK ശശീന്ദ്രൻ. കേരളത്തിൽ നിങ്ങൾക്ക് ഒരു നിയമസഭയിലെ വോട്ടെടുപ്പ് വരുന്നു എന്ന് വിചാരിക്കുക. വിപ്പ് എപ്പോഴാണ് ഇറക്കുക? തലേ ദിവസം, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അന്ന് രാവിലെ. ഇല്ല, പക്ഷെ അത് മാധ്യമങ്ങളോട് പറയുന്നത് മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ നോക്കൂ, അത് ചിലപ്പോൾ പ്രഫുൽ പട്ടേലിനെ വിളിച്ചപ്പോ പ്രഫുൽ പട്ടേൽ ആ നിലയിൽ താങ്കളെ അല്ലെങ്കിൽ കേരള ഘടകത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ വിപ്പ് ഇറങ്ങിയത് യഥാർത്ഥത്തിൽ ഇന്നലെ 3 മണിക്ക് ശേഷമാണ്. നേതൃത്വം ഉറപ്പിച്ചു പറയുന്നു, NCPയുടെ ദേശീയ നേതൃത്വം BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക. കള്ളക്കളിയാണ് ശ്രീ AK ശശീന്ദ്രൻ. ഇവരൊക്കെ BJPക്കൊപ്പമാണ് എന്നറിയാൻ പാവൂർ പണി വഴിയൊന്നും പോകേണ്ടതില്ല ഈ കാലഘട്ടത്തിൽ. നോക്കൂ, JDUവിന് ശേഷം BJPയുടെ വാതിലിൽ മുട്ടുന്ന പാർട്ടി NCP ആണ്. ഒരുപക്ഷെ ശിവസേനയുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ NCP NDAയിൽ ഉണ്ടാകുമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. എനിക്കറിയില്ല, അത് അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ്. ആയിക്കൊള്ളട്ടെ. അങ്ങനെ ഇനി അഥവാ BJP മുന്നണിയിലേക്ക് NCP ദേശീയ നേതൃത്വം പോവുകയാണെങ്കിൽ കേരള ഘടകം അങ്ങനെ എന്തിനാണ് ഒരു ഈഫ് പറയുന്നത്? അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴുള്ളതായി എനിക്ക് ഒരു തരത്തിലുള്ള. വീരേന്ദ്രകുമാറിനോട് ഇതേ ഈഫ് 1 മാസം മുമ്പ് ഞങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോഴും ഇതാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോ കാര്യങ്ങൾ BJPക്കൊപ്പമായ സ്ഥിതിക്ക് വേറൊരു പാർട്ടിയായിട്ട് അവർ ചേരുകയാണ്. അതേ നിലപാട് തന്നെ ആയിരിക്കുമോ NCP സംസ്ഥാന ഘടകത്തിനും? അതൊരു തെറ്റായ രാഷ്ട്രീയ നിരീക്ഷണമാണ്. TL മനോജ്, രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. ശ്രീ സുരേഷ് ബാബു, കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് NCPയെ ഇനി വിശ്വസിക്കുക? ഞാൻ പാർട്ടിയെ അവിശ്വസിക്കുന്ന ഒരു സാഹചര്യം എൻ്റെ മുമ്പിലില്ല. ശ്രീ ടോം വടക്കനും കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി ആധികാരികമായി അദ്ദേഹത്തിന് ഈ കാര്യത്തെക്കുറിച്ച് ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയും ഈ ചാനലിലൂടെ എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ ഒരു കാര്യം സംശയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, പ്രഫുൽ പട്ടേൽ എന്തിനാണ് ഗുജറാത്തിൽ പോയത്? പ്രഫുൽ പട്ടേൽ ഗുജറാത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താം. അദ്ദേഹം പോകേണ്ടുന്നൊരു കാര്യമില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയില്ല. അദ്ദേഹം ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുറ്റുവട്ടങ്ങളിൽ വളരെ സീരിയസ് ആയി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നില്ല. അപ്പോ അതുകൊണ്ട് അദ്ദേഹം പോവുകയും അവിടെ അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഇന്നതാണെന്ന് NCPയുടെ ഒരു MLA പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ വായിക്കുകയും ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനത്തെക്കുറിച്ച് ഔദ്യോഗികമായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ തരത്തിൽ ഒരു നിർദ്ദേശം അദ്ദേഹം NCP MLA-മാർക്ക് കൊടുത്തിരിക്കാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. അതനുസരിച്ച് അവർ വോട്ട് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഒരു സാധ്യത അപ്പുറത്തുണ്ട് എന്നതാണ് എൻ്റെ നിഗമനം. CL മനോജ്, NCP JDUവിൻ്റെ വഴിയാണോ? ശ്രീ CL മനോജ്, NCP JDUവിൻ്റെ വഴിയാണോ നീങ്ങുന്നത്? ഹലോ, ഒന്നുകൂടി ചോദിക്കാവോ? ഹലോ, പറഞ്ഞോളൂ. NCP JDUവിൻ്റെ നിതീഷ് കുമാറിൻ്റെ വഴിയാണോ നീങ്ങുന്നത്? അല്ല, NCPയിൽ ഇന്നലത്തെ വോട്ടിൽ നിന്നും മനസ്സിലാക്കുന്നത് അവരുടെ 2 MLA-മാരിൽ ഒരാള് അഹമ്മദ് പട്ടേലിന് വോട്ട് ചെയ്തു, ഒരാള് BJPയുടെ 3ാമത്തെ സ്ഥാനാർത്ഥി ഒരു കോൺഗ്രസ് റബലിനെ BJP നിർത്തിയിരുന്നു, അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും ഗുജറാത്തിലെ NCPയില് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു അർത്ഥത്തിൽ പ്രഫുൽ പട്ടേലിനെ
ഈ ഒരു സമയത്ത് എത്രത്തോളം ഈ ഗവൺമെന്റിനെതിരായിട്ടോ BJPക്ക് എതിരായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റും ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് ഇനി വ്യക്തമാവേണ്ടത്. ശ്രീ CL മനോജ്, എൻ്റെ ചോദ്യം പക്ഷേ നമുക്കറിയാം 44 പേരാണ് ആകെ കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ള വോട്ടുകൾ. 43 പേര് കോൺഗ്രസിൽ നിന്നാണ്, ഒരു NCP, ഒരു BJP, ഒരു JDU. ഇതിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ 46 അത് മാറണം. പക്ഷേ 44 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. NCP 2ഉം BJP പക്ഷത്ത് പോയി എന്നും JDUവിൻ്റെ വോട്ട് ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തന്നെ BJPക്കാരൻ കള്ളം പറയുന്നതായിരിക്കണം എന്നുള്ള തോന്നലായിരിക്കണം എന്ന നിലയിലാണ് കണക്കുകൾ നമ്മുടെ മുന്നിലുള്ളത്. അല്ല നികേഷ്, ഞാൻ ഡൽഹിയിൽ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ MLA-മാർക്ക് പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഒരു വോട്ട് NCPയുടെ ഒരു MLA-യുടെയാണ്. ജനതാദൾ യുണൈറ്റഡിന്റെ ഗുജറാത്തിലെ MLA. ഇന്നലെ അതിനെക്കുറിച്ച് പല ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് കോൺഗ്രസ് ലീഡർഷിപ്പിനുള്ള വിവരമനുസരിച്ച് JDUവിന്റെ ഗുജറാത്തിലെ MLA ഭാരതീയ ജനതാ പാർട്ടിക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എന്നതാണ് ആ കണക്ക്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ MP രാജേഷ്, യഥാർത്ഥത്തിൽ ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യം, അമിത്ഷായെ തോൽപ്പിച്ച് അഹമ്മദ് പട്ടേൽ വിജയിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യം, അത് നിലവിലെ ഒരു പ്രതിപക്ഷ ഐക്യത്തെ അങ്ങനെ അങ്ങ് എന്തോ ഒരു വലിയ സംഭവമായി, അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുന്നു, അത് 2019 വലിയ ഐക്യനിരയായി മാറുന്നു എന്ന തോന്നലാണോ ഉണ്ടാക്കുന്നത്, അതോ ഇതിനകത്തുള്ള വീക്ക്നെസ് യഥാർത്ഥത്തിൽ തുറന്നു കാണിക്കുകയാണോ? അതെ, പ്രതിപക്ഷ ഐക്യത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷ ഐക്യം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യാൻ മാത്രമുള്ള ഒരു സാഹചര്യമായി വന്നിട്ടില്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പ്, ഗുജറാത്ത് തെരഞ്ഞെടുപ്പിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഉയർത്തിയ പ്രശ്നങ്ങൾ അതിനെല്ലാം അപ്പുറമുള്ള വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്. നമ്മുടെ ജനാധിപത്യത്തെ റിസോർട്ടിൽ ഒളിച്ചു പാർക്കാൻ നിർബന്ധിതമാക്കുന്ന ഒന്നാക്കിയിട്ട് അധപ്പതിപ്പിച്ചു എന്നതാണ് ഈ പ്രശ്നം, ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന പ്രശ്നം. ഈ ജനാധിപത്യത്തിന്റെ അട്ടിമറി സമ്പൂർണമായിട്ട് നടക്കുമോ അതോ എന്തെങ്കിലും മൂല്യങ്ങൾ ബാക്കിയാവുമോ എന്ന ചോദ്യമായിരുന്നു ഉയർന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്നലത്തെ തീരുമാനം അല്പം ആശ്വാസകരമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് അങ്ങനെയല്ലാതെ മറ്റൊരു തീരുമാനം ഇന്നലെ എടുക്കാൻ കഴിയുമായിരുന്നില്ല എന്നത് വേറെ കാര്യം. കാരണം പ്രസിഡൻസ് അതാണ്. സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വോട്ട് റദ്ദാക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ വീഡിയോയിൽ ഈ വോട്ട് ഉയർത്തി അമിത്ഷായ്ക്ക് കാണിച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അതിനു പുറമെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇങ്ങനെയല്ലാതെ മറ്റൊരു തീരുമാനം എടുക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വരികയും 2 വോട്ട് അസാധുവാകുകയും ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് മാത്രമല്ല ജനാധിപത്യത്തെ സംബന്ധിച്ചാകെ വലിയൊരു ആശ്വാസമാണ് നൽകിയിട്ടുള്ളത്. അതാണ് ഞാനതിനെ കാണുന്നത് അങ്ങനെയാണ്. അതല്ലാതെ അതിനപ്പുറം പ്രതിപക്ഷ ഐക്യം മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതിൽ ഉയർന്നു വരുന്നില്ല. നോക്കൂ, പക്ഷേ ശ്രീ രാജേഷ്, JDU വിട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നിതീഷ് കുമാർ ഏറ്റവും കുറഞ്ഞത് വിട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ശരത് പവാറിൻ്റെ NCPയുടെ 2 വോട്ടുകൾ BJPക്ക് കച്ചവടം ചെയ്തു എന്നുള്ള വാർത്തകൾ ഉത്ഭവിച്ചു വരുമ്പോൾ ഈ 2 പ്രധാനപ്പെട്ട പാർട്ടികളാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ ഐക്യത്തിൽ ജനാധിപത്യ പാർട്ടികളായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഈ ചെറുകിട പ്രാദേശിക സംഘങ്ങളാണ്. അപ്പോൾ ആ നിലയിൽ 2019 മുന്നേറ്റത്തിൽ BJP അതുകൂടി സ്വായത്തമാക്കിയോ? പ്രത്യേകിച്ച് UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തെ ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണിപ്പോൾ പുറത്തു വരുന്നതായി, അല്ലെങ്കിൽ CBI അന്വേഷിക്കുന്നതായി നമ്മുടെ മുന്നിലുള്ളത്. 90,000 കോടി രൂപയ്ക്ക് എയർക്രാഫ്റ്റുകൾ വാങ്ങിയതിൻ്റെ പ്രഫുൽ പട്ടേലാണ് അത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തത് എന്നത്. ഇപ്പോൾ ഇന്ത്യൻ എയർലൈൻസിൻ്റെ ലയനമാദ്യം, അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എയർ ഇന്ത്യ പൂർണ്ണമായും വിറ്റഴിക്കാനുള്ള തീരുമാനം, ഇതൊക്കെ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഈ നിലയിലുള്ള ദുഷ്ചെലവുകളാണ് എന്നുള്ളതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആ പ്ലാറ്റ്ഫോമിൽ കയറി നിന്നാൽ മതി എന്നൊരു തോന്നൽ ഇപ്പോൾ NCP നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതാണ് BJP ഉപയോഗപ്പെടുത്തുന്നതായി വാർത്തകൾ വരുന്നത്. രണ്ടായിരത്തി 2019 2 വർഷം ഇനിയുമുണ്ട്. 2 വർഷം എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു കാലയളവാണ്. അപ്പോൾ
2019 കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴേ നടത്തുന്നത് വളരെ പ്രിമച്ചുർ ആയിരിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ പാർട്ടി അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് പതിവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, BJPയെയും BJP ഉയർത്തുന്ന വർഗീയമായ ഭീഷണിയെയും ഇങ്ങനെ ഏതാനും പാർട്ടികളെ ഏച്ചുകൂട്ടിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം കൊണ്ട് അല്ല നേരിടാനാവുക. അത് ഒരു ദീർഘകാല സമരം ആവശ്യമാണ്. അതിന് ജനങ്ങളുടെ ഒരു സമരങ്ങളിലൂടെ, പ്രക്ഷോഭങ്ങളിലൂടെ ഉയർന്നു വരുന്ന ഒരു ഐക്യമാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. വർഗീയതയെ തെരഞ്ഞെടുപ്പ് സഖ്യത്തിലൂടെയും തെരഞ്ഞെടുപ്പിന്റെ തലത്തിലും മാത്രം. റൈറ്റ്, അതിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ CR നീലകണ്ഠൻ, CR നീലകണ്ഠൻ, താങ്കളുടെ ആം ആദ്മി പാർട്ടി ശക്തിപ്പെട്ടു വരികയായിരുന്നു ഗുജറാത്തിൽ. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനമാണെന്ന് തോന്നുന്നു ഇപ്പോൾ ആം ആദ്മി പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അഹമ്മദ് പട്ടേലിൻ്റെ വിജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും കോൺഗ്രസിന് ഒരുപക്ഷെ ഒരു പുത്തൻ ഉണർവ്, പുതിയ ഊർജം പകർന്നിട്ടുണ്ടാകാം. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു തോന്നൽ അവരെ സംബന്ധിച്ചിടത്തോളം പോലും ഉണ്ടാകില്ല. നമുക്കറിയാം 150 സീറ്റുകൾ എന്ന ലക്ഷ്യവുമായി പോകുന്ന അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശ്രമം നടത്തി, അവിടെ ഒരു തിരിച്ചടി കിട്ടി എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രാധാന്യം സംസ്ഥാന രാഷ്ട്രീയത്തിലെങ്കിലും ഉണ്ടോ? ഈ പാർട്ടിയുടെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളവിടെ നല്ല പ്രവർത്തനം നടത്തി വരികയാണ്. തീർച്ചയായും അവിടുത്തെ ദളിത് മുന്നേറ്റങ്ങളുമായി നമുക്ക് ചില ബന്ധങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് സാമ്പത്തികവും സംഘമായ ചില ഘടകങ്ങളുണ്ട്. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് നമുക്ക് തീരുമാനിക്കാത്തത്. അതിലേക്ക് നമുക്ക് രണ്ടാമത് വരാം. പക്ഷേ പ്രധാനമായിട്ടും താങ്കൾ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ ഒരു വിജയം കൊണ്ട് മാത്രം അമിത്ഷാ പരാജയപ്പെടുമെന്നും അഹമ്മദ് പട്ടേൽ ജയിക്കുമെന്നും പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് രാഷ്ട്രീയ പ്രതിപക്ഷമായി കഴിഞ്ഞ 15 വർഷമായി ഗുജറാത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഗുജറാത്തിൽ ഗവൺമെന്റിനെതിരായി ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളൊന്നും തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചതല്ല. അത് ഉനയിലെ പ്രക്ഷോഭമായാലും പട്ടേൽ വിഭാഗത്തിന്റെ പ്രക്ഷോഭമായാലും ഏറ്റവും ഒടുവിൽ GSTക്കെതിരായി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GSTക്കെതിരായി ജനങ്ങൾ തെരുവിലിറങ്ങിയ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ ഗവൺമെന്റിന് BJPക്കെതിരായി ശക്തമായ തിരിച്ചടി അവിടെയുണ്ട് ജനങ്ങളുടെ ഇടയിൽ. അതിനെ രാഷ്ട്രീയമായി കൊണ്ടുവരാൻ അഹമ്മദ് പട്ടേലിനൊന്നും കഴിയില്ല. കാരണം ഒന്നും മൃദു ഹിന്ദുത്വവും അതുപോലെയുള്ള സംഗതികളുമായി പോകുന്നു. മാത്രമല്ല, ഇവിടെ 2014 തെരഞ്ഞെടുപ്പ് പോലെ ഒന്ന് നോക്കൂ. 2014 ഗുജറാത്തിൽ BJPക്ക് നഷ്ടപ്പെട്ട ഒരു പുറകോട്ടടി ഉണ്ടായ ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. അവിടെയൊക്കെ നമ്മൾ കാണണം. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ പറയുന്നത്, തീർച്ചയായും ഗുജറാത്തിൽ ജനകീയമായ ഒരു മുന്നേറ്റം ഉണ്ടായാൽ BJP തോൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ഈ ഒരു രാജ്യസഭാ സീറ്റിന്റെ പുറത്തല്ല, അല്ലാതൊരു രാഷ്ട്രീയ മാറ്റം ഗുജറാത്തിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നില്ല. അവിടെ ഓരോ പാർട്ടികൾ എന്ത് പങ്കുവയ്ക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. BJP ഡിഫൻസിലാണ് ഗുജറാത്തിൽ. അമിത്ഷാ പറയുന്ന 150 സീറ്റ് എന്നൊക്കെ പറയുന്നത് ഏതർത്ഥത്തിലാണെന്നല്ല, അദ്ദേഹത്തിന് അതൊക്കെ പറയാം. 240 സീറ്റും കിട്ടുമെന്ന് പറയാം. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് വളരെ ശക്തമായ ഒരു എതിർപ്പ് BJPക്കെതിരായി ഗുജറാത്തിലുണ്ട്. അതാര് ഉപയോഗിക്കുമെന്നത് മാത്രമാണ് ഗുജറാത്ത് കാണാനിരിക്കുന്നത്. റൈറ്റ്, ഞാനൊന്ന് ഡോക്ടർ വർഗീസ് ജോർജിലേക്ക് കൂടി പോയി PS ശ്രീധരൻപിള്ള താങ്കളിലേക്ക് എത്താം. ഡോക്ടർ വർഗീസ് ജോർജ്, നോക്കൂ, ഗുജറാത്തിൽ ഇപ്പോൾ ഏക JDU അംഗമായ ഛോട്ടുഭായ് വാസവ കോൺഗ്രസിന് വോട്ട് ചെയ്തു, അഹമ്മദ് പട്ടേലിന് വോട്ട് ചെയ്തു എന്നാണ് അദ്ദേഹം തന്നെ ഇന്നലെ അവകാശപ്പെട്ടതെങ്കിൽ പോലും കോൺഗ്രസ് ആ വോട്ട് കണക്ക് കൂട്ടുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിൽ പോലും ഒരു പബ്ലിക് നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായല്ലോ, എന്തുകൊണ്ട് BJP, എന്തുകൊണ്ട് കോൺഗ്രസ് എന്ന്. അതിനുശേഷം ഇന്നിപ്പോൾ ശരദ് യാദവ് അഹമ്മദ് പട്ടേലിനെ അഭിനന്ദിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്യുകയും ഇന്നലെ തന്നെ അഹമ്മദ് പട്ടേലിന് പിന്തുണ നൽകുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ഇതൊരു നാഷണൽ മൂവ്മെൻ്റായി, അതായത് JDUവിൽ നിന്ന് ഒരു വിഭാഗം പിളർന്നു മാറുന്ന നിലയിലൊരു നാഷണൽ മൂവ്മെൻ്റായി മാറുന്നുണ്ടോ? ചോദിച്ചതിന് 2 ആസ്പെക്ട് ഉണ്ട്. ഒന്ന്, വോട്ട് ചെയ്തോ എന്നുള്ളത്. എനിക്ക് നിശ്ചയമായിട്ടും JDU വോട്ട് ചെയ്തു എന്നുള്ളതാണ്. കാരണം അതിന് ഇന്നൊരു ഉപോത്ബലകമായ ഒരു വസ്തുത ഉണ്ടായിട്ടുണ്ട്. നിതീഷ് കുമാറിന്റെ വിപ്പ് ലംഘിക്കണമെന്നും കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരുടെ അരുൺ ശ്രീവാസ്തവ ഇന്നലെ JDU-ലേക്ക് കത്ത് കൊടുക്കുകയുണ്ടായി. ആ അരുൺ ശ്രീവാസ്തവയെ ഇന്ന് നിതീഷ് കുമാർ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഇന്നലെ JDU മെമ്പർ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പരസ്യമായി ദേശീയ ചാനലുകളോട് ഞാൻ കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത് എന്ന് പറയുകയുണ്ടായി.
അതുകൊണ്ട് തീർച്ചയായിട്ടും JDU നിശ്ചയമായും വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, JDU വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി ഒരു പരിശോധന പൂർത്തിയാക്കട്ടെ. ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം ആ ഇന്നലെ ഒരു ടെലിവിഷൻ ചാനൽ ഞാൻ കണ്ടത് KC ത്യാഗി വാർത്താ സമ്മേളനം നടത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വാസവയെ ടെലിഫോണിൽ കിട്ടുന്നു. വാസവയോട് ടെലിവിഷൻ ആങ്കർ ചോദിക്കുന്നു ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന്. ഞാൻ അഹമ്മദ് പട്ടേലിനാണ് വോട്ട് ചെയ്തത്. അയ്യോ, KC ത്യാഗി അല്പം മുമ്പ് പറഞ്ഞല്ലോ താങ്കൾ BJPക്കാണ് വോട്ട് ചെയ്തത്. KC ത്യാഗി അല്ല വോട്ട് ചെയ്തത്, ഞാനാണ് വോട്ട് ചെയ്തത് എന്ന് പറയുക വഴി ആ പാർട്ടിയിലെ ഐക്യത്തെ സംബന്ധിച്ച് നമുക്കൊരു നല്ല ബോധ്യം തരുന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരദ് യാദവിനോട് അടുപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗുജറാത്ത് സംസ്ഥാന പ്രസിഡന്റ് അരുൺ ശ്രീവാസ്തവയെ ഇതിനകം തന്നെ നിതീഷ് കുമാർ പുറത്താക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. പക്ഷെ ഒരു പാർട്ടിയായി തട്ടിക്കൂട്ടാനുള്ള ആളുകളുണ്ടോ ഇപ്പോൾ ശരദ് യാദവിന്റെ പിന്നിൽ? എനിക്ക് തോന്നുന്നില്ല ഒരു സമാന്തരമായ ഒരു പാർട്ടി രൂപീകരണം ശക്തമായി നടക്കുമെന്ന്. പക്ഷേ നികേഷ് ചോദിച്ചതിന് ഒരു കാര്യം എനിക്ക് എന്റെ ക്രിട്ടിക്കലായിട്ട് പറയാനുള്ളത്, BJPക്ക് പിന്തുണ കൊടുക്കുന്ന ദേശീയ പാർട്ടികളുടെ സംസ്ഥാന ഘടകങ്ങളെല്ലാം ആ ദേശീയ പാർട്ടി തീരുമാനങ്ങൾ അംഗീകരിക്കണമെന്നില്ല. അതൊരു പ്രതിഭാസമാണ്. കേന്ദ്ര പാർട്ടികളെ ധിക്കരിച്ചുകൊണ്ട് സംസ്ഥാന പാർട്ടികൾ സെക്യുലർ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ അങ്ങനെയാണോ പറയേണ്ടത്? അതോ അതതിടങ്ങളിൽ ആർക്കാണോ ശക്തിയെ അവിടെ ആ ശക്തിയെ പങ്കുപറ്റി നിൽക്കുക എന്നുള്ളതാണോ? അപ്പോൾ ഇവിടുത്തെ NCP ഒരുപക്ഷെ ശരത് പവാർ BJPക്കൊപ്പം പോവുകയാണെങ്കിൽ പ്രത്യേക കക്ഷിയായി മാറുമായിരിക്കും. പക്ഷെ BJP ശക്തിപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ അവർക്ക് സന്തോഷമായിരിക്കും കോൺഗ്രസിനെ വിട്ട് BJPയിലേക്ക് പോകാൻ. അങ്ങനെയല്ല നികേഷ്, ഇപ്പോൾ അധികാരത്തിന് വേണ്ടിയോ മറ്റു പ്രലോഭനങ്ങൾക്ക് വേണ്ടിയാണോ എങ്കിൽ BJPയോട് ചേർന്ന് നിന്നാൽ മതിയല്ലോ. പക്ഷെ BJP ഇത്രയും ശക്തമായി പണവും പകവുമായിട്ട് ഇറങ്ങിയിരിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ മതേതര ബദലിലൂടാണെന്ന് പറയുന്നത് ഈ ഒറ്റ വോട്ട് തന്നെ. വാസ്തവത്തിൽ എനിക്ക് MP രാജേഷ് പറഞ്ഞതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് പറയാനുള്ളത് അതൊരു ചേഞ്ച് ആണ്. പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് നിന്നാൽ ഇന്നലെ മുതൽ അമിത്ഷായുടെ മുഖത്ത് രക്തപ്രസാദമില്ല. ഞാനിരിക്കുന്ന പാർലമെന്റിൽ അഹമ്മദ് പട്ടേൽ വരാൻ പാടില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. അതുകൊണ്ട് 2019 JDUവിന്റെ കേന്ദ്ര നേതൃത്വം വിട്ടുപോയെങ്കിലും ബാക്കിയുള്ള പ്രാദേശിക പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും കൂടെ ചേർന്ന നല്ല ഒന്നാമത്തെ ഫോർമിഡബിൾ അലയൻസ് ആണ്. അങ്ങനെയാണോ ശ്രീ PS ശ്രീധരൻപിള്ള? കോൺഗ്രസ് മുക്ത ഭാരത് എന്നുള്ളത് കോൺഗ്രസ് മുക്തമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ധാരണ പുറത്ത്, എന്നാൽ പിന്നെ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കടന്നു കയറി കളയാം എന്ന് വിചാരിച്ച് ഇപ്പോൾ CPM, അതുപോലെ തൃണമൂൽ കോൺഗ്രസ്, ബിജു ജനതാദൾ, RJD ഇവയെല്ലാം ഒറ്റപ്പെടുത്തുകയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കിട്ടിയ ഒരു തിരിച്ചടി, ആ തിരിച്ചടി യഥാർത്ഥത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെ ആകെ തന്നെയും ഒറ്റക്കെട്ടായി നിർത്തുന്നു. ഇന്നായിരിക്കും കുറേ കാലത്തിന് ശേഷം ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒന്ന് സ്വതന്ത്രമായി ശ്വസിച്ചത്, ഒന്ന് ആകാശം നോക്കി ഒന്ന് ആത്മനിർവൃതി അടഞ്ഞത്. കാരണം ഇത്രയും കാലം വലിയ പീഡനമായിരുന്നു, തോൽവികളുടെ പരമ്പരയായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇനി കാര്യങ്ങൾ മാറാൻ പോവുകയാണ് ശ്രീ PS ശ്രീധരൻപിള്ള. മച്ചിപ്പശുവിനെ തൊഴുത്തുമാറ്റി കെട്ടിയ പ്രസവിക്കുമോ? 18 കക്ഷികൾ ചേർന്നുകൊണ്ടുള്ള സംവിധാനം ഉണ്ടായ ശേഷം രാജ്യത്തുണ്ടായ കാര്യങ്ങൾ അറിയാത്ത ആളാണോ താങ്കൾ? പിന്നെ ചില സ്ട്രാറ്റജികളുണ്ട്, ജനങ്ങളെ കബളിപ്പിക്കുന്ന സ്ട്രാറ്റജികൾ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, CPMന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ പൂരിപ്പിക്കാൻ അറിയാത്തവരെ തള്ളിപ്പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയ രാഷ്ട്രീയം അറിയാത്തവരാണോ? നികേഷ് ആ പാർട്ടിയോട് ബന്ധപ്പെടുന്ന ഞാൻ ചോദിക്കുക, നിങ്ങളുടെ നീതിബോധത്തോട് ചോദിക്കുക, അറിയാത്തവരാണോ? അപ്പോൾ ഇത്തരത്തിലുള്ള ഏച്ചുകെട്ടിയ കാര്യങ്ങളെല്ലാം, വൈരുദ്ധ്യങ്ങളെല്ലാം ഒന്നിച്ചു കൊണ്ടുപോയി മുന്നോട്ട് പോകാൻ സാധിക്കാതെ തെളിഞ്ഞിരിക്കുകയാണ്. ബീഹാർ സംഭവം മാത്രമല്ല, നിതീഷ് കുമാർ സംഭവം മാത്രമല്ല. ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ത് സംഭവിച്ചു? ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിപ്പില്ലാത്ത ഒരവസരം കിട്ടി രഹസ്യമായി ബാലറ്റ് ചെയ്തപ്പം 17 പേര് പുതിയതായി അവിടെ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതിക്ക് NDA കാൻഡിഡേറ്റിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് മന്ത്രിക്കുന്നത് എന്താ? പണം കൊടുത്തിട്ടാ? ഞങ്ങൾ ക്യാൻവാസ് ചെയ്തിട്ടാ? ഈ പ്രക്രിയയുടെ തുടർച്ചയാണ് ഉണ്ടായത്. അതിനെ ഉപയോഗപ്പെടുത്താൻ BJP ശ്രമിച്ചു. ജയിച്ചെങ്കിൽ നേട്ടമായിരുന്നു. ഇപ്പം എങ്ങനെ ഇത് കോട്ടമായി തിരിച്ചടിയായി മുഖത്തടിച്ചു എന്നൊക്കെ പറയുമ്പം അവിടെയാണ് ഒന്നേ ഉള്ളൂ, ഇങ്ങനെ ബഹളം വെച്ച് ആളിക്കത്തിച്ച് വികാരം ഇങ്ങനെ അന്ധമായ BJP വിരോധം കൊണ്ട് ചില കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ കുമിളകളാണ്. അതിനെല്ലാം അതിജീവിച്ചാണ് BJP പോകുന്നത്. 12 കൊല്ലം നരേന്ദ്രമോദി വംശഹത്യക്കാരനാണ്.
വർഗീയവാദിയാ, ഫാസിസ്റ്റാ, അദ്ദേഹം മരണത്തിൻ്റെ വ്യാപാരിയാ. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ 38% 39%, ഇന്ന് അതല്ല, അതിനേക്കാൾ മറുചേരിയിൽ നിന്ന് ഓരോരുത്തരായി വരുന്നു. താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും വരും, വന്നുകൊണ്ടിരിക്കുകയാണ്. 48% വോട്ട് മാത്രമുള്ള NDAക്ക് എങ്ങനെ 63% വോട്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കിട്ടി? വെങ്കയ്യ നായിഡു 17 ആളുകൾ പാർലമെന്റ് അംഗങ്ങൾ, സാധാരണക്കാരല്ല, തെരഞ്ഞെടുക്കപ്പെട്ട ലേബലുള്ള പാർട്ടിയുടെ ലേബലുള്ളവർ രഹസ്യമായി അവസരം തന്നപ്പോൾ അവരുടെ മനസ്സ് വെങ്കയ്യ നായിഡു NDAയോടും ഒപ്പം വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോഴാണ് തകർന്നുകൊണ്ടിരിക്കുന്നവർ ബംഗാളിൽ നോമിനേഷൻ പൂരിപ്പിക്കാൻ അറിയില്ല. ധൈര്യമായിട്ട് പറഞ്ഞുകൂടെ ഞങ്ങൾ BJP വിരുദ്ധമാണ്, ഒന്നിച്ച് നിൽക്കാൻ പോകുന്നു എന്ന് പറയേണ്ടതിന് പകരം നോമിനേഷൻ പേപ്പർ പൂരിപ്പിക്കുമ്പം പരാജയപ്പെടുന്നവരാണെങ്കിൽ MP രാജേഷിനെ പോലെ നല്ല സമർത്ഥരായ ആൾക്കാർ അതിലില്ലേ, അവർക്ക് പൂരിപ്പിച്ചു കൊടുത്തുകൂടെ? ഈ ഗതികേടിൽ എങ്ങനെ CPM എത്തിയെന്നാണ് നികേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഞാൻ താങ്കളുടെ ആങ്കർഷിപ്പിനെ ഞാൻ മാനിക്കുന്നയാളാണ്, നിഷ്പക്ഷമായി പറയുന്ന ആളുമാണ്. പക്ഷെ താങ്കൾക്കും കൂടെ ആ പ്രസ്ഥാനത്തോട് ബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ വൈദ്യരെ സുഖം ചികിത്സിക്കൂ, ഞങ്ങൾക്കൊരു തിരിച്ചടിയുമില്ല. ഇത് അവിടെ നോർമലായ ഞങ്ങളുടെ സീറ്റല്ല, പക്ഷെ ഞങ്ങൾ ശ്രമിച്ചു. രാജനൈതിക രംഗത്ത് തെറ്റാണോ? അതിൽ എന്താക്ഷേപം പറയാനുള്ളത്? എങ്ങനെയുള്ള ശ്രമം എന്നുള്ളതാണ് വിഷയം. സാധാരണഗതിയിൽ നിങ്ങളുടെ കൂടെ ശരിയാണ്, ഈ പറയുന്ന ശങ്കർ സിംഗ് ബഘേലയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ വരുന്നു എന്ന് വിചാരിക്കുക. അവർ വന്നു 12 പേര്, അവരെ എടുത്ത് നിങ്ങൾ കൂട്ടി ഇനി ഒരു രാജ്യസഭാ സീറ്റ് ജയിക്കാൻ കഴിയുമെങ്കിൽ ജയിപ്പിച്ചോ. 15 കോടി രൂപയാണ് ഒരു MLAക്ക് നിങ്ങൾ വിലയിട്ടത്. 15 കോടി രൂപ കൊടുത്ത് ഇവരെ പിടിക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് അവരെ കർണാടകത്തിലെ റിസോർട്ടിൽ ഒളിപ്പിച്ചു. അതാണ് നേരത്തെ ശ്രീ MP രാജേഷ് പറഞ്ഞത്, ജനാധിപത്യത്തെ റിസോർട്ടിൽ ഒളിപ്പിക്കേണ്ട പ്രത്യേക സാഹചര്യമാണ് ഇന്നുള്ളത് എന്ന്. അതാണ് ഇന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട പാർലമെന്റിലെ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞത്. ആ ഇരുളടഞ്ഞ കാലം തന്നെയാണോ തിരികെ വരുന്നത് എന്ന്. ഫൈനൽ വേർഡാണല്ലോ, ഇന്ത്യയിലെ ഫൈനൽ വേർഡാണല്ലോ അവർ പറഞ്ഞു കഴിഞ്ഞാൽ. സോണിയാഗാന്ധിയിലെ രാഷ്ട്രീയക്കാരെ അവരുടെ പാർട്ടിക്ക് വേണ്ടി പറയുന്നു, മുങ്ങുന്ന കപ്പലിൽ ഇത് ആളുകൾ ചാടുമ്പോൾ എത്തിപ്പെടുന്നത് എവിടാന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കും. കേരളത്തിൽ ഉൾപ്പെടെ അങ്ങനെ ആൾ വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. ആളുകളെ പറഞ്ഞു വിടുന്നതാണ്. ശ്രീ PS ശ്രീധരൻപിള്ള, ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായപ്പോൾ താങ്കളുടെ സംസ്ഥാന അധ്യക്ഷൻ അത് വിശദീകരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ആ താങ്കൾ വേണ്ടി വന്നു അത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊടുക്കാൻ. ഇന്നിപ്പോൾ അതിൻ്റെ ബാക്കി പത്രം, ലോകത്ത് ഒരു പാർട്ടിയേ ഉണ്ടാവുള്ളൂ, അത് അന്വേഷണ കമ്മീഷനെ വെക്കുക, എന്നിട്ട് അന്വേഷണ കമ്മീഷൻ കുറ്റം കണ്ടെത്തുമ്പോൾ അന്വേഷണ കമ്മീഷനെ പുറത്താക്കുക. അതാണിപ്പോൾ നടക്കാൻ പോകുന്നത് BJPയിൽ. നികേഷിലെ രാഷ്ട്രീയക്കാരൻ നല്ല ഒരു ഷൂഡ് പൊളിറ്റീഷ്യനാണ് താങ്കൾ അതിനുവേണ്ടി ഇതെല്ലാം പറയുകയാണ്. അതിനപ്പുറത്തത് കാര്യമൊന്നുമില്ല. കമ്മീഷനും റിപ്പോർട്ടും ഒന്നും ഈ ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര മെക്കാനിസം ഒരാൾ തെറ്റ് ചെയ്തു അയാളെ പുറത്താക്കി, അല്ലാണ്ട് സ്റ്റേറ്റ് പ്രസിഡന്റിന് പത്രക്കാരെ ഫേസ് ചെയ്യാൻ ഒരു വിഷമം ഉണ്ടായിട്ടല്ല. ഞാൻ കോർ കമ്മിറ്റി അംഗമാണ്, കോർ കമ്മിറ്റി അന്ന് എന്നോട് പോകാൻ പറഞ്ഞു, എല്ലാവരും കൂടെ പറഞ്ഞ അവസരത്തിൽ ഞാൻ പോയി. അതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഇതിനൊന്നും കഴിവില്ലാത്ത ആളെന്നൊക്കെ പറയുന്നത് ദൗർഭാഗ്യകരമാണ്. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ കുറ്റക്കാരനെന്ന് കണ്ടയാളെ പുറത്താക്കുന്നതിൽ ഞാൻ PS ശ്രീധരൻപിള്ളയെയും BJPയെയും അഭിനന്ദിക്കുന്നു. പക്ഷേ അത് ഒരു അസ്വാഭാവികതയുടെ നിറം വരുന്നത് ആ അന്വേഷണ കമ്മീഷനെ തന്നെ പുറത്താക്കാനുള്ള ശുപാർശയാണ് കുമ്മൻ രാജശേഖരൻ കൊടുത്തിരിക്കുന്നത്. അത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. അതിന് ഒരൊറ്റ വാക്ക് ഞാൻ പറയാം. ജസ്റ്റിസ് രാമനായർ കമ്മീഷൻ 57 പറഞ്ഞത് തൊട്ട് 67 മന്ത്രിസഭയിൽ 2 കമ്മീഷനുകൾ ജുഡീഷ്യൽ പറഞ്ഞുൾപ്പെടെ ഒന്നിലും നടപടിയെടുക്കാത്ത സാക്ഷര കേരളത്തിലെ പ്രബലമായ പുരോഗമന പാർട്ടിയും അതിൻ്റെ പിന്തുണച്ചക്കാരോടും എനിക്ക് പറയാനുള്ള അങ്ങനെയല്ല, BJP നടപടിയെടുക്കും. ആര് തെറ്റ് ചെയ്താലും. ഒരു ക്രിമിനൽ കേസിൽ ചീറ്റിങ്ങിൽ ഒരു നേതാവ് പങ്കെടുത്തു എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞതിനെ സംബന്ധിച്ച്. അതൊരിക്കലും ഞാൻ നിയമവശത്തിലേക്ക് കടക്കുന്നില്ല. അതങ്ങോട്ട് ആനക്കാര്യമായി KP ശ്രീധരനെയും AK നസീറിനെയും പുറത്താക്കാനുള്ള BJPയുടെ തീരുമാനമാണ്. അവരെയല്ലേ നിങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്? അവരന്വേഷിച്ചു, റിപ്പോർട്ട് കൊടുത്തു, അതിനിടയിൽ ചോർന്നിട്ടുണ്ടാവും, അത് അന്വേഷിച്ചോളാം. ഇതൊക്കെ നാളെ വാർത്താക്കുറിപ്പായി വരാൻ പോവാണ്. ഇന്ന് തൃശ്ശൂരിൽ വെച്ച് കുമ്മൻ രാജശേഖരൻ ഇത് പറയാൻ പോകുന്നതാണ്. KP ശ്രീധരനെയും AK നസീറിനെയും പുറത്താക്കോ ഇല്ലയോ അത് അറിഞ്ഞാൽ മതി എനിക്ക്. ഒന്നും വേണ്ട, താങ്കൾ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പുറത്താക്കാൻ തീരുമാനിച്ചെന്ന് എഴുതി വെച്ചിട്ട് എന്നോട് ചോദിക്കുന്നത് നടപടി ഉണ്ടാകുമെന്ന് വരാൻ ഇതൊക്കെ BJPയുടെ ഓഫീസിൽ നിന്ന് കൺഫേം ചെയ്യുന്ന വാർത്തകളാണ്, ഞാൻ പറയുന്ന വാർത്തകളല്ല. എല്ലാ ടെലിവിഷൻ ചാനലിലും ടിക്കറിലുണ്ട്.
നികേഷിന്റെ ചാനൽ നന്നായി നിൽക്കണം ആഗ്രഹിക്കുന്ന നന്നായി തന്നെയാണ് പോകുന്നത്. തെറ്റുപറ്റിപ്പോയി ജനങ്ങൾക്ക് അത് വിടോ, അതല്ലല്ലോ ഇന്നത്തെ നമ്മുടെ ചർച്ച. പക്ഷേ KP ശ്രീശനെതിരെയും AK നസീറിനെതിരെയും നടപടിക്ക് ശുപാർശ ചെയ്തതായി എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വരുന്നുണ്ട്. അത് ശ്രീ PS ശ്രീധരൻപിള്ള താങ്കൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഒരു ആങ്കർ എന്നുള്ള നിലയിൽ അത് താങ്കളെ അറിയിക്കുന്നു. അതിന് താങ്കൾ അടുത്ത ദിവസം ചർച്ചയ്ക്ക് വരുമ്പോൾ മറുപടി പറഞ്ഞാൽ മതി. ഇന്ന് അതല്ലല്ലോ വിഷയം. നോക്കൂ, ശ്രീ PM സുരേഷ് ബാബു എന്ത് ആഹ്ലാദ പ്രകടനമാണ് ആ വിഷയത്തിൽ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിൽ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിൽ തീർച്ചയായിട്ടും എനിക്കൊരു പങ്കുള്ളയാളാണ്. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. KP ശ്രീശനൊക്കെ എന്തടിസ്ഥാനത്തിലായി പറയുന്നത്? ശ്രീശനെ പോലെ നല്ല നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരാളിനെ സംബന്ധിച്ച് എടുക്കുമെന്ന് പറഞ്ഞ ഈ പ്രചരണം അപവാദ പ്രചരണമാണ്. ഏത് ചാനൽ വന്നാലും അതിൽ വസ്തുതയില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പ് തർക്കത്തിൽ ഇപ്പോൾ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് മുരളീധരൻ ഗ്രൂപ്പിന് മാത്രമാണ്. ശ്രീ PS ശ്രീധരൻപിള്ള, അത് ഈ ബലാബലത്തെ ആകെ അപകടപ്പെടുത്തില്ലേ? എന്ത് ഗ്രൂപ്പാണ് സാർ ഇതിലുള്ളത്? ഞാനിപ്പോൾ എനിക്കൊരു ഗ്രൂപ്പും ഇല്ല. ആർക്കാ ഗ്രൂപ്പ് ഉള്ളത്? BJP ഇവിടെ എല്ലാവരും ചേർന്ന് ഞങ്ങളെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുമ്പം ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒറ്റക്കെട്ടായി നിൽക്കണം. മറ്റുള്ള അതിഥികൾക്ക് ദേഷ്യം വരുന്നുണ്ടാവും, കാരണം ഇതല്ലല്ലോ നമ്മുടെ വിഷയം. നോക്കൂ ശ്രീ PM സുരേഷ് ബാബു, എന്ത് കണ്ടിട്ടാണ് നെഗളിക്കുന്നത് എന്നാണ് ശ്രീ PS ശ്രീധരൻപിള്ളയുടെ ചോദ്യം. ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 2 വോട്ട് അസാധുവായി പോയപ്പോൾ നിങ്ങൾ ചുളുവിലങ്ങ് കയറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും 2019 മുന്നോടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ സൂചനയോ ഒന്നും അല്ലല്ലോ. ഞാൻ സത്യത്തിലെ നിഗളിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പരാമർശത്തിന് കോൺഗ്രസ് പാർട്ടി അർഹനല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആരെങ്കിലും നിഗളിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പാടില്ല. അത്രമാത്രമൊന്നും ഉള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിനുണ്ട് എന്നെനിക്ക് തോന്നുന്നുമില്ല. കാരണം ഇതിനകത്ത് ഇനിയും ധാരാളം ആളുകളുണ്ട്, ഇനിയും ധാരാളം പ്രശ്നങ്ങൾ. ഞങ്ങൾക്ക് രാഷ്ട്രീയമായി താല്പര്യമുണ്ട്. 2019 ഒരു വിശാല രാഷ്ട്രീയ സഖ്യമുണ്ട് വെച്ച് RSSന്റെയും BJPയുടെയും മേൽക്കോയ്മ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ലാതാക്കണമെന്ന ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ശ്രീ അഹമ്മദ് പട്ടേലിന്റെ വിജയം ഉള്ള സാഹചര്യത്തിൽ പോലും അതിനനുകൂലമായ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനിനിയും ഒരുപാട് വിയർപ്പ് ഒഴുക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകൾ ഇനിയും സഹിക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്തെ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മതേതര ചിന്താഗതിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവരുടെ ചിന്താഗതിയിൽ, സമീപനത്തിൽ അവർക്ക് ഈ നാട്ടിൽ ശ്രീ മോദിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഗവൺമെന്റിന്റെ ജനാധിപത്യ മതേതരത്വ ക്യാപിറ്റലിസ്റ്റ് അനുകൂല ചിന്താഗതിയോടുള്ള സമരസജ്ജമാക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള മുന്നൊരുക്കങ്ങൾക്ക് ചെറിയ തോതിൽ ഒരു ആവേശം പകരാൻ ഈ വിജയം കൈവരിക്കും, അല്ലെങ്കിൽ വിജയം ഉപകാരപ്രദമാകും എന്നല്ലാതെ ഇതിൽ എന്ത് എന്ന് വിശ്വസിക്കുന്നവരുടെ പട്ടികയിൽ ഞാൻ ഏതായാലും ഇല്ല. ശ്രീ MP രാജേഷ്, ലോക്സഭ രാജ്യസഭ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, നോക്കൂ, CBI, ഇൻകം ടാക്സ്, ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യത്തിൽ പുതിയ നിയമനം സംബന്ധിച്ച് പലരും ഇതിനകം തന്നെ ആശങ്ക പ്രകടിപ്പിച്ചു. പക്ഷേ 8 കേന്ദ്രമന്ത്രിമാർ, അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ള 8 കേന്ദ്രമന്ത്രിമാർ വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടും പക്ഷേ ഇലക്ഷൻ കമ്മീഷന് മറിച്ചൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. തൊട്ടു മുമ്പത്തെ ഹരിയാനയിലെ ഉദാഹരണം മറിച്ചായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ BJP വലിയ സമ്മർദ്ദമാണ് ഈ പറയുന്ന എല്ലാ സമ്പ്രദായങ്ങളിലേക്കും കേന്ദ്രങ്ങളിലും ചെലുത്തുന്നത് എന്നുള്ളത് അറിയാം. പക്ഷേ പലതും വിജയിക്കുന്നു, പലതും വിജയിക്കുന്നില്ല എന്നുള്ളതുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വലിയ സമ്മർദ്ദം ഗവർണറിൽ ചെലുത്തുന്നുണ്ട്. ഗവർണർ ആ നിലയിൽ നടപടിയെടുക്കുകയും ചെയ്യുന്നു. ഇതിനൊക്കെ തന്നെയും ഒരു വിജയീഭാവം എപ്പോഴും ആവശ്യമാണ്, ഒരു ആത്മവിശ്വാസം എപ്പോഴും ആവശ്യമാണ്. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിലേക്ക് എത്താനെങ്കിലും സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഈ വിജയം ഗുണമായിട്ടുണ്ടോ, പ്രത്യേകിച്ച് പാർലമെൻറ്റിലോ അല്ലെങ്കിൽ ഈ ദില്ലിയിലെ ദർബാറുകളിലോ എങ്കിലും? അല്ല, ഇത് ഒരല്പം ആശ്വാസം
കോൺഗ്രസിന് പകർന്നിട്ടുണ്ടാവാം എന്നല്ലാതെ ശ്രീ സുരേഷ് ബാബു തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിനപ്പുറത്തേക്കുള്ള വിലയിരുത്തലുകൾക്കൊന്നും ആ തലത്തിൽ ഇതിന് പ്രാധാന്യമില്ല. എന്നാൽ മറ്റൊരർത്ഥത്തിൽ ഇത് BJP ഇന്ന് എന്താണ് രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എക്സ്പോസ് ചെയ്യാൻ, തുറന്നു കാണിക്കാൻ സഹായിച്ചു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒപ്പം കോൺഗ്രസിന്റെ പാപ്പരത്വം കൂടി ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആർക്കും വിലക്കെടുക്കാവുന്ന ആളുകളാണ് പലയിടത്തും കോൺഗ്രസ് പലയിടത്തുനിന്നല്ല രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ MLA-മാരും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് എന്ന ഒരു കോൺഗ്രസ് എത്രമാത്രം വൾണറബിൾ ആണ് എന്ന കാര്യം ഇവിടെ തുറന്നു കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഏതറ്റം വരെയും പോകുന്ന ഒരു സംവിധാനമാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള ഇന്നത്തെ BJP എന്നത് തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ മാത്രമല്ല, ഇപ്പോഴാണ് അവർക്ക് അങ്ങനെ സമ്പൂർണ്ണമായ അധികാരം കിട്ടിയത് എന്നതുകൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ കോൺഗ്രസിന് 50-60 കൊല്ലമെടുത്തു ഇത്തരത്തിൽ ഒരു അധാർമികമായിട്ടുള്ള പ്രവർത്തികൾ നടപ്പിലാക്കുന്നതിനും അപജയത്തിനുമെങ്കിൽ അത് ഒരു 3 കൊല്ലം കൊണ്ട് തന്നെ അവിടേക്ക് എത്തി എന്നതാണ് BJP-യെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ ഇതാദ്യമായിട്ട് ഗുജറാത്തിൽ സംഭവിച്ചതല്ല. നേരത്തെ അരുണാചൽ പ്രദേശിൽ ഒറ്റയടിക്കാണ് 30ഓളം കോൺഗ്രസ് MLA-മാരെ ഒറ്റ രാത്രി കൊണ്ടാണ് അടർത്തിയെടുത്തത്. 2 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലെ ജനവിധി BJP-ക്ക് ആയിരുന്നില്ല ഭൂരിപക്ഷം, കൂടുതൽ സീറ്റ് കോൺഗ്രസിനായിരുന്നു. ആ 2 സംസ്ഥാനങ്ങളിലെ ജനവിധിയെ ഇതുപോലെ ഒരു രാത്രി ഓപ്പറേഷൻ കൊണ്ടാണ് BJP മറികടന്ന് അവരുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഇപ്പൊ ത്രിപുരയിൽ കോൺഗ്രസിൽ നിന്ന് തൃണമൂലിലെത്തിയ ആളുകളെ BJP ഇപ്പോൾ അടർത്തിയെടുത്തിരിക്കുന്നു, നമ്മൾ കാണുകയാണ്. തമിഴ്നാട്ടിൽ അതേ ഓപ്പറേഷൻ നടത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. കർണാടകയിൽ ഇത് നേരത്തെ തന്നെ അതിന്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ജീർണമായിട്ടുള്ള തരത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ രാജ്യവ്യാപകമായിട്ട് ജനാധിപത്യത്തെ ഒരു കൂസലുമില്ലാതെ, ധാർമ്മികതയുടെ ഒരു കണിക പോലും അലട്ടലില്ലാതെ, ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത തരത്തിൽ, ഒരു അനവസരവും അലട്ടലുമില്ലാതെ, ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ BJP ഇന്ന് കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും നേരെ കണ്ണുരുട്ടലും സമ്മർദ്ദവും എല്ലാം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. രാഷ്ട്രീയ എതിരാളികളെ എങ്ങനെയെല്ലാം ഭീഷണിപ്പെടുത്തുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നത് ശിവകുമാറിന്റെ കാര്യത്തിൽ. അവർക്ക് പലർക്കും മടിയ കനമുണ്ടായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ അതെല്ലാം ഉപയോഗിക്കുന്നത് എപ്പോ എന്നുള്ളതാണ് പ്രശ്നം. നിയമപരമായിട്ടെല്ലാം കാര്യങ്ങൾ നടക്കില്ല, തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിനെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ശിവകുമാർ, ഇപ്പൊ പ്രഫുൽ പട്ടേലിന്റെ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇങ്ങനെ പലരെയും, ലാലു പ്രസാദ് യാദവിന്റെ കാര്യത്തിൽ നമ്മളത് കണ്ടു. അപ്പോൾ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നു, പാർലമെന്ററി സ്ഥാപനങ്ങളെ അണ്ടർമൈൻ ചെയ്യുന്നു, അതിനെ ദുർബലപ്പെടുത്തുന്നു. രാജ്യസഭ തന്നെ വേണോ എന്ന് ചർച്ച ചെയ്യണമെന്നാണ് ഭൂരിപക്ഷമില്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത്. രാജ്യസഭയുടെ സംഘത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ്. ലോക്സഭയിൽ ഇപ്പോൾ ബുൾഡോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യസഭയെ മറികടക്കാൻ വേണ്ടി ബില്ലുകൾ മണി ബില്ലുകളായിട്ട് കൊണ്ടുവരുന്നു, ഒഴിവാക്കാൻ വേണ്ടി, രാജ്യസഭയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഈ നിലയിലുള്ള ജനാധിപത്യത്തെയും ജനാധിപത്യ സ്ഥാപനങ്ങളെയും ദുർബലപ്പെടുത്തുന്ന നടപടികളുടെ, മാരകമായ പ്രഹരമേൽപ്പിക്കുന്ന നടപടികളുടെ പരമ്പര കഴിഞ്ഞ 3 വർഷം നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ ഒരു തീവ്രത എക്സ്പോസ് ചെയ്യാൻ ഈ ഗുജറാത്ത് സംഭവവികാസങ്ങൾ സഹായിച്ചു എന്നത് ചെറിയ കാര്യമല്ല. നോക്കൂ PS ശ്രീധരൻപിള്ള, അതിനോടൊപ്പം ഒരു തമാശയായി കൂട്ടിച്ചേർത്താൽ ഏതറ്റം വരെയും പോകാൻ അമിത്ഷായും മോദിയും തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ അഹമ്മദ് പട്ടേലിൻ്റെ വിജയത്തിലൂടെ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. കോൺഗ്രസ് 50-ലേറെ വർഷങ്ങൾ കൊണ്ട് ചെയ്തത് 3 വർഷം കൊണ്ട് ചെയ്ത് എക്സ്പോസ്ഡ് ആകാൻ അഹമ്മദ് പട്ടേലിൻ്റെ ഈ വിജയം കൊണ്ട് കഴിഞ്ഞു എന്നാണ് ശ്രീ MP രാജേഷ് വിശദീകരിക്കുന്നത്. 2002 ഗുജറാത്തിനെ ആളിക്കത്തിച്ചതിൽ BJP-യുടെ പങ്കാളിത്തം സംബന്ധിച്ച് ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ടാവില്ലേ? വലിയ ധാർമ്മികതയെ സംബന്ധിച്ചും ജനാധിപത്യ ദംശനമാണല്ലോ നല്ല മിടുക്കനായ യുവ നേതാവ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. DCC പ്രസിഡന്റിനെ ചാടിച്ചു കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്ന, പത്തനംതിട്ടയിലെ DCC പ്രസിഡന്റിനെ പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയാക്കിയ ചരിത്രമൊന്നും നമ്മൾ ആരും മറക്കരുത്. സഖാവ് കുഞ്ഞാലിയെ കൊന്ന കേസിലെ പ്രതി എങ്ങനെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ EMS ഉൾപ്പെടെയുള്ള ആൾക്കാർ പോയി പറഞ്ഞു അദ്ദേഹത്തെ MLA ആക്കി എന്നുള്ള നിലമ്പൂരിലെ ചരിത്രവും നമ്മൾ മറക്കണ്ട. ആവശ്യം വരുമ്പോൾ സൗകര്യം ഇതെല്ലാം ചെയ്യും. അതിൽ ഏറ്റവും കൂടുതൽ ട്രാക്ക് റെക്കോർഡ് മോശമായിട്ടുള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. പാർട്ടി കോൺഗ്രസിലും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി എല്ലാം കോൺഗ്രസുമായി ബംഗാളി കൂടണ്ട രാജ്യസഭ എന്നുള്ള തീരുമാനമെടുത്തപ്പം അതിനെ തകർക്കാൻ വേണ്ടിയിട്ട്
ബാലറ്റ് പേപ്പർ എഴുതാൻ അറിയാത്തവരായിട്ട് ഒരു പാർട്ടി ഒരു രാത്രി കൊണ്ട് മാറിയപ്പോൾ അത്തരം പിൻവാതിലാണ് ബി ഗിരിയുടെ തെരഞ്ഞെടുപ്പ് തൊട്ട് പിൻവാതിൽ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ കൊണ്ടുവച്ചത്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ അടിത്തറ വിപുലപ്പെടുത്താനുള്ള ശ്രമത്തിൽ ഇപ്പം ത്രിപുരയിൽ അവിടുത്തെ പ്രതിപക്ഷം എല്ലാം കൂടെ ഒന്നിറങ്ങം വന്നിട്ട് BJP-യിലാണ് വിശ്വാസം നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ അല്ല, ഞങ്ങൾ ഈ ജനാധിപത്യത്തിൻ്റെ ഉദാത്തമായ എന്തുദാത്ത സങ്കല്പമാണ് അവരെ കൂട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താഴെ ഇറക്കാൻ ഏറ്റവും അധികം ശക്തമായി ത്രിപുരയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു പ്രതിപക്ഷമായി തീർന്നതിന് എന്ത് തെറ്റാ? പൈസ കൊടുത്ത് വാങ്ങിയതാണോ? ഞാൻ എൻ്റെ സുഹൃത്ത് ഒരിക്കലും അദ്ദേഹം കളവ് പറയുന്നത് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണോ ഞങ്ങൾ ചെയ്തത്? അതുപോലെ ഓരോ സംസ്ഥാനത്തും ഒരൊറ്റ സീറ്റ് പോലും ഇല്ലായിരുന്ന സ്ഥലത്താണ് ഇന്ന് അധികാരത്തിൽ വന്നത്. എങ്ങനെയാണ് 22 MLA-മാരെ ജനങ്ങൾ തിരഞ്ഞെടുത്തപ്പോഴാണ് അരുണാചൽ പ്രദേശിലും മറ്റു അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇതിനെയെല്ലാം നിങ്ങളിങ്ങനെ കേരളത്തിലും അത് സംഭവിക്കാൻ പോകുന്നു, ആരും പേടിക്കണ്ട, കേരളത്തിലും അത് സംഭവിക്കാൻ പോവുകയാണ്, തമിഴ്നാട്ടിൽ മാറ്റമുണ്ടാകുന്നു, രാജ്യമാസകലം മാറ്റമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ മാറ്റമുണ്ടാക്കാനുള്ള ശ്രമത്തിൽ എവിടുന്ന ആൾ വരേണ്ടത്? മറ്റു പാർട്ടികളിൽ നല്ല ആൾ വരേണ്ടത്. മറ്റു പാർട്ടികളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ എന്താ പറയുക ഗോഹത്യോ ഒക്കെ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഗോഹത്യോ അല്ല ദൈവഹത്യോ എന്തും ആയിക്കോട്ടെ, ഞങ്ങൾ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെ നിലപാടിന് വ്യതിചലിക്കില്ല. നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ആർജവമായ രാഷ്ട്രീയ സംസ്കൃതി അതാണ്. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, കോൺഗ്രസിന് നേരത്തെ ശ്രീ രാജേഷ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പുത്തൻ ഉണർവ് പകർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അല്പം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം എന്ന സ്ഥിതി കോൺഗ്രസിന് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇതിനെല്ലാം ജെല്ല് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടി ഒരു നേതൃത്വം അതിന് ഇന്നും കോൺഗ്രസിനാകുന്നുണ്ടോ? എല്ലാവരെയും ഇപ്പം ആം ആദ്മി പാർട്ടിയെ ഒപ്പം കൂട്ടുന്നതിൽ 18 പാർട്ടികൾക്ക് ഒപ്പം കൂട്ടുന്നതിൽ പ്രധാന തടസ്സം നിന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസ്സിന് ഇപ്പോഴും എല്ലാ കക്ഷികളെയും ഒപ്പം നിർത്താനും അതിൻ്റെ ഡൈനാമിസം മനസ്സിലാക്കാനും അതിനൊരു വ്യക്തിപരമായിട്ടുള്ള ലീഡർഷിപ്പ് കൊടുക്കാനും ഒക്കെ കഴിയുന്നു എന്നൊരു ഘട്ടത്തിലെത്തിയോ നമ്മൾ? ഒരിക്കലുമില്ല. അത് മാത്രമല്ല, എനിക്ക് ചിരി വന്നത് ധാർമ്മികതയെക്കുറിച്ച് നരേന്ദ്രമോദിയുടെ സങ്കല്പം വളരെ വിശദമായി പറയുന്നതാ. ഇതേ കാര്യം രാജേഷ് പറഞ്ഞതുപോലെ 50 വർഷം കോൺഗ്രസ് ചെയ്തു. അന്നൊക്കെ എതിർപക്ഷത്തായിരുന്നു BJP. ഈ ശങ്കർ സിംഗ് ബഘേലി ഇപ്പുറത്തേക്ക് മാറ്റി ഗുജറാത്തിൽ ചെയ്തപ്പോൾ BJP-യുടെ നിലപാട് എന്തായിരുന്നു നമുക്ക് ഓർമ്മയുണ്ടാവണം. മാത്രമല്ല, ഇവിടെ കോൺഗ്രസ് വരുമോ എന്നുള്ള ചോദ്യം നരസിംഹറാവും മൻമോഹൻ സിംഗും കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരുന്നത് ഇതേ രീതികൾ അവലംബിച്ച് തന്നെയാണ്. അന്ന് BJP-യുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ, അന്ന് എന്താണ് അന്ന് പൈസ എടുത്ത് മേശപ്പുറത്തിട്ടവരാണ് BJP-ക്കാര്. ഞാനതിൽ പറഞ്ഞൊരു കാര്യം, അടിസ്ഥാനപരമായി ധാർമ്മികതയൊന്നുമില്ല ഇവിടെ. VR കൃഷ്ണയ്യർ പറഞ്ഞ പോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ചതിക്കപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, കയ്യിന് തെരഞ്ഞെടുക്കപ്പെട്ട് താമരയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് കയ്യിനും അല്ലെങ്കിൽ വേറെ ചിഹ്നങ്ങൾക്കും അമ്പിന് തെരഞ്ഞെടുക്കപ്പെട്ട് വില്ലിനും ഒക്കെ വോട്ട് ചെയ്യുന്ന നിലയ്ക്ക് ജനങ്ങളെ വഞ്ചിക്കുന്നു. എന്നിട്ട് അതിന് ഞങ്ങൾ ധാർമ്മികതയാണ്, ഞങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ പോലീസിന് ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു. നമുക്ക് ഡൽഹിയിൽ അറിയാലോ എത്ര പ്രാവശ്യം അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു. എന്നിട്ട് എന്താ കിട്ടിയെന്നൊന്നും അറിയില്ല, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത് കോൺഗ്രസ് ചെയ്തിരുന്നതാണ്. കോൺഗ്രസ് അത് തന്നെ ചെയ്യുന്നു, BJP-യും ചെയ്യുന്നു. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഇതിൽ കൃത്യമായൊരു നിലപാടില്ലാതെ BJP-യോ കോൺഗ്രസിനെ ഒന്നും നേരിടാൻ പറ്റില്ല. അതിന് നിലപാടുണ്ടാവണം, രാഷ്ട്രീയമുണ്ടാവണം. ആ ധാർമ്മികത കിട്ടിയില്ലെങ്കിൽ, ആ ധാർമ്മികത ഇല്ലെങ്കിൽ ഈ രാജ്യം ആര് ഭരിച്ചിട്ടും കാര്യമില്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഈസ് ഫെയിലിംഗ്. അവിടെയാണ് പ്രശ്നം. ഞങ്ങളുടെ ഭാഗത്തേക്ക് മാറുമ്പോൾ അത് നല്ലത്, മറിച്ച് താങ്കളുടെ നിലപാട്. ശ്രീധരൻപിള്ള, താങ്കളുടെ കൂടി അഭിപ്രായം കേട്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ് വളരെ വേഗത്തിൽ. അല്ല, 70 സീറ്റിൽ 67 കൊടുത്ത് ഡൽഹിയിലെ ജനങ്ങൾ കൊടുത്തിട്ട് ഏറ്റവും ഒടുവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ MLA ഉപതെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് പോകേണ്ട ഗതികളിൽ എന്തുകൊണ്ടെത്തി? എന്തുകൊണ്ട് 5 മന്ത്രിമാർ രാജിവെക്കേണ്ടി വന്നു? അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണം, സ്ത്രീ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള ആരോപണത്തിൽ വേണ്ടി വന്നില്ലേ? നടന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ആ ഗതികേടൊന്നും BJP ഉണ്ടായിട്ടില്ല. തത്വാധിഷ്ഠിത നിലപാട് ഞങ്ങൾ മുന്നോട്ട് പോകും. അത് ഈ 14 MLA-മാർക്കെതിരെ കേസെടുത്തിട്ട് 14 MLA-മാർക്കെതിരെ കേസെടുത്ത് മുഴുവൻ കള്ളക്കേസാണ്. ഒരു കേസും കോടതി തെളിയിച്ചില്ല. അത് മാത്രമല്ല, BJP തൊട്ട് മൂക്കിന് താഴെ നിൽക്കുന്ന ആം ആദ്മി പാർട്ടി സർക്കാരിനെ പീഡിപ്പിക്കുകയാണ് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. PS ശ്രീധരൻപിള്ള, നമ്മൾ കേരളത്തെ കാണുന്നുണ്ട്, ബംഗാളിൽ കാണുന്നുണ്ട്, മറ്റു സംസ്ഥാനങ്ങളിൽ അത് കാണുന്നുണ്ട്. ഇല്ലല്ലോ, ഇപ്പൊ ഏറ്റുമുട്ടൽ ഇല്ലല്ലോ.
ഏറ്റുമുട്ടൽ ഇറങ്ങി തിരിച്ചാലേ നഗരസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഏറ്റുമുട്ടലില്ലല്ലോ. ഏറ്റുമുട്ടലില്ല. അപ്പൊ കാരണം മനസ്സിലായല്ലോ, ഒരു രാഷ്ട്രീയ ശക്തി എന്നുള്ള നിലയിൽ മനസ്സിലായില്ലേ? ഇനി ആം ആദ്മി പാർട്ടി ഇപ്പൊ സ്വാഭാവികമായി നേരിടാമെന്ന് കരുതി. അതിനു മുമ്പ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റുമുട്ടാനാകാത്ത, നേരിടാനാകാത്ത ശക്തിയായിരുന്നു കിട്ടിയപ്പോ. ശ്രീധരൻപിള്ള ഗുജറാത്തിൽ പല സ്ഥലത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ BJP തോറ്റിട്ടുണ്ട്. സമയക്കുറവുണ്ട്. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ശ്രീ സി ആനന്ദൻ, സുരേഷ് ബാബു, MP രാജേഷ്, ടോം വടക്കൻ, വർഗീസ് ജോർജ്, CL മനോജ്, K ശശീന്ദ്രൻ, നന്ദി ന്യൂസ് നൈറ്റിൽ പങ്കെടുത്തതിന്. ന്യൂസ് നൈറ്റ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.